ഹലോ കൂട്ടുകാരെ, നമ്മളിന്നൊരു കിടിലും കടച്ചക്ക വറുത്തരച്ച കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. കടച്ചക്ക തോരൻ വെച്ച് കഴിക്കുന്നതിനേക്കാളൊക്കെ വളരെ സ്വാദിഷ്ടമാണ് കടച്ചക്ക വറുത്തരച്ച കറി കേട്ടോ. നമ്മൾ കടച്ചക്കയുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 കടച്ചക്കയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കടച്ചക്ക നല്ല വലിപ്പത്തിലും ഒരു കടച്ചക്ക ഇച്ചിരി വലിപ്പം കുറച്ചുമാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. ഈ വലിപ്പമുള്ള കടച്ചക്ക വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കും കേട്ടോ. മറ്റേ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ നമ്മൾ വറുത്തരച്ച കറിക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ രണ്ടും ഒന്നിച്ചാണ് കേട്ടോ നമ്മൾ വേവിക്കുന്നത്. കടച്ചക്കയ്ക്ക് വലിയ വേവൊന്നുമില്ല. 2 പച്ചമുളക്, ഒരു സവോള, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നെവക്ക വെള്ളം ഒഴിക്കണം. ഈ കറി നമ്മളിന്ന് മൺചട്ടിക്കകത്താണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. കുക്കറിനകത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും, പക്ഷേ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. നമ്മൾ നല്ല ടേസ്റ്റിലൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം കേട്ടോ. മൺചട്ടിക്കകത്ത് കുറച്ച് വേവാൻ താമസമുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് നമുക്ക് കറി കഴിക്കാൻ പറ്റും. ഇനി നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊക്കെ നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വറുത്തരച്ച കറി എന്ന് പറയപ്പെടുന്നത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തരച്ച കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, പ്രത്യേകിച്ച് കടച്ചക്ക വറുത്തരയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കാരണം നമ്മൾ ഇതിനകത്ത് മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മീറ്റ് മസാലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ ഇളക്കുന്നുണ്ട്. ഇത് ഏകദേശം ആ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂക്കുമ്പോഴത്തേക്കും നമ്മൾ ഓഫാക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം ഇത് ഈ ഒരു കളറായപ്പോഴത്തേക്ക് ഞാൻ പതിയെ തീ ഓഫാക്കി കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വേഗം തന്നെ കരിഞ്ഞു പോകും, നമ്മുടെ കറിയെല്ലാം കുളമാകും. അതുകൊണ്ട് വേറെ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റുകയും ചെയ്തു കേട്ടോ. നേരത്തെ ചൂടാക്കിയിരുന്ന അത് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റി, കാരണം അതിനകത്തിരുന്ന ഇനിയും ഇത് ചൂടായിട്ട് കരിയാനാണ് സാധ്യത. അതുകൊണ്ടാണ് കേട്ടോ വേറെ പാത്രത്തിലേക്ക് ഇട്ടത്. പിന്നെ ഇത് ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ അരച്ചെടുക്കാൻ പാടുള്ളൂ. അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ, നല്ല രീതിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടും ഇതുപോലെ. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക നമുക്ക് നോക്കാം വെന്തോന്ന്. അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം മുഴുത്ത കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ തേങ്ങയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചെറിയ കഷ്ണത്തിലേക്ക് നമ്മൾ ഈ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ കടച്ചക്ക കറി റെഡിയാവും. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല സൂപ്പർ കടച്ചക്ക കറി റെഡിയാവും കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ, നല്ല കിടിലൻ കടച്ചക്ക വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കൊച്ചു ചാനൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ.